ഇന്ത്യയുടെ പ്രതിരോധ ശേഷികൾ ഗണ്യമായി ഉയർത്താൻ കഴിയുന്ന ഒരു നീക്കത്തിലാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ. പ്രതിരോധ ഗവേഷണ വികസന ഓർഗനൈസേഷന്റെ, അതായത് നമ്മുടെ DRDOയുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റുമായി സഹകരിക്കുന്ന വിദേശ പങ്കാളിയെ എയ്റോ ഇന്ത്യ 2025 പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് തദ്ദേശീയമായ സ്റ്റെൽത്ത് ഫൈറ്റർ ശേഷിയുള്ള രാജ്യങ്ങളുടെ എലൈറ്റ് ക്ലബിലേക്ക് നമ്മുടെ ഇന്ത്യയെ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ AMCA പ്രോഗ്രാമിന്റെ ഒരു പ്രഖ്യാപനമാണ്. നമ്മുടെ AMCA പ്രോഗ്രാമിന് വേണ്ടി 110 KN 6ാം തലമുറ ജെറ്റ് എഞ്ചിന്റെ വികസനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് വിങ്ങിന്റെ അടുത്ത സ്രോതസ്സുകൾ അനുസരിച്ച് ഈ സഹകരണത്തിനുള്ള കരാർ വർഷാവസാനം ഔപചാരികമായേക്കും. ഇത് AMCAയുടെ വികസനത്തിൽ ഒരു നിർണായക ചുവടുവയ്പായിരിക്കും. കഴിഞ്ഞ വർഷം ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി AMCAക്ക് ഔദ്യോഗിക ഫണ്ടിംഗ് അനുവദിച്ചിരുന്നു. AMCAയുടെ 1ാം ഘട്ട വികസനത്തിന് വേണ്ടി ഏകദേശം 15,000 കോടി രൂപയാണ് അനുവദിച്ചത്. ഈ 110 KN ത്രസ്റ്റ് റേറ്റ് ചെയ്തിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് AMCAയുടെ ഒരു മൂലക്കല്ലാണ്. അതായത് സൂപ്പർ ക്രൂയിസ് കഴിവുകൾക്ക് ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യുന്ന 6ാം തലമുറ പോരാളികളുടെ സവിശേഷതകൾ നൽകുന്ന ആഫ്റ്റർ ബേണറുകളില്ലാതെ സുസ്ഥിരമായ സൂപ്പർസോണിക് ഫ്ലൈറ്റ് ചെയ്യുന്ന ശ്രേണിയും പോരാട്ട ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കുന്ന ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുക എന്നത് നിർണായകമായ ഒരു കാര്യമാണ്. കാരണം ഒരു സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം മാത്രമല്ല ഇവിടെ നടക്കുന്നത്. സംയുക്ത ഗവേഷണവും വികസനവും ഉൾപ്പെടെ അതിന്റെ തദ്ദേശീയ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനൊപ്പം അത്യാധുനിക പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയിൽ നിന്ന് ഇന്ത്യക്ക് ഇത് പ്രയോജനം നേടുന്നതുമായിരിക്കണം. ഫ്രാൻസിലെ സഫ്രാനെ, UKയുടെ റോൾസ് റോയ്സ്, US ജനറൽ ഇലക്ട്രിക് എന്നിവർ മുൻനിരയിലുള്ള മത്സരാർത്ഥികളാണ്. ഇന്ത്യയുടെ AMCA പ്രോഗ്രാം എന്നത് ഒരു പുതിയ യുദ്ധവിമാനം സ്വന്തമാക്കുക മാത്രമല്ല, ഇന്ത്യയുടെ എയറോസ്പേസ് മേഖലയെ ഡിസൈൻ മുതൽ ഉൽപാദനം വരെ നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഹൈടെക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള ഒരു ഉത്തേജകമായിട്ടാണ് ഇന്ത്യ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിലുള്ള പങ്കാളിയെ തിരഞ്ഞെടുക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ തീരുമാനമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ മസഗോൺ-ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ജർമ്മനിയുടെ TKMSുമായി 43,000 കോടി രൂപയുടെ കരാറിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി 6 അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള കരാറാണിത്. പ്രൊജക്ട് 75I ഭാഗമായി ഈ കരാർ ഇന്ത്യയുടെ വെള്ളത്തിനടിയിലുള്ള കഴിവുകൾ നവീകരിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പാണ്. അതായത് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ AIP ഉൾക്കൊള്ളുന്ന അടുത്ത തലമുറ പരമ്പരാഗത അന്തർവാഹിനികൾ ഉപയോഗിച്ച് ഇന്ത്യൻ നാവികസേനയെ സജ്ജരാക്കുക എന്നതാണ് പ്രൊജക്ട് 75I ലക്ഷ്യമിടുന്നത്. AIP സാങ്കേതിക വിദ്യ അന്തർവാഹിനികളെ ദീർഘകാലത്തേക്ക് വെള്ളത്തിൽ മുക്കി പ്രവർത്തിക്കാൻ സാധിപ്പിക്കുന്നു. ഇത് അവയുടെ രഹസ്യവും പ്രവർത്തന ശ്രേണിയും ഗണ്യമായി വർദ്ധിപ്പിക്കും. ഇന്ത്യയുടെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസൃതമായി അത്യാധുനിക അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിന് TKMSന്റെ നൂതന സാങ്കേതിക വിദ്യയും MDLന്റെ കപ്പൽ നിർമ്മാണ വൈദഗ്ധ്യവും സംയോജിപ്പിക്കുന്നതാണ് ഈ സഹകരണം. കരാർ ഒപ്പിട്ട് 7 വർഷത്തിനുള്ളിൽ ആദ്യത്തെ അന്തർവാഹിനി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി 5 എണ്ണം ഘട്ടം ഘട്ടമായി എത്തും. അതുപോലെ തന്നെ ഇന്ത്യയുടെ അടുത്ത തലമുറ യുദ്ധവിമാനമായ തേജസ് മാർക്ക് 2വിന്റെ ഏറെ പ്രതീക്ഷയോടെയുള്ള റോൾ ഔട്ട് 2025 നവംബർ അവസാനത്തോടെ നടക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. 2026 മാർച്ചിൽ തേജസ് മാർക്ക് 2വിന്റെ ആദ്യ പറക്കൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. 2025 ഡിസംബർ മുതൽ 2026 മാർച്ച് വരെ ഈ വിമാനത്തിന്റെ സംവിധാനങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ധാരാളം ട്രയലുകളും HAL ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ജഗ്വാസ്, MiG-29, മിറാഷ് 2000 എന്നിവ പോലുള്ള പഴക്കം ചെന്ന വിമാനങ്ങൾക്ക് പകരമായിട്ടാണ് ഇന്ത്യയുടെ തേജസ് മാർക്ക് 2 ഇന്ത്യൻ വ്യോമസേനയുടെ മൾട്ടി റോൾ ഫൈറ്ററായി സേവനമിടാൻ ലക്ഷ്യമിടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.